വാർത്തയിലേക്ക് പോകുമ്പോൾ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം ഏറ്റുവാങ്ങിയ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടൺ ഡിസിയിലെ ജോൺ എഫ് കെന്നഡി സെന്ററിൽ ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ട്രംപിന് അവാർഡ് സമ്മാനിച്ചു. ലോകകപ്പ് ടീമുകളുടെ ഗ്രൂപ്പ് നറുക്കെടുപ്പിനിടെയായിരുന്നു അവാർഡ് ദാനം. This is your prize. This is your peace prize. There is also a beautiful medal for you that you can wear everywhere you want to go. Right now. Okay, let me hold. Fantastic. Excellent. This is truly one of the great honors of my life. And beyond awards, Johnny and I were discussing this. We saved millions and millions of lives. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. അഭിലാഷ്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലക്ഷ്യമിട്ടിരുന്ന ട്രംപിനെ തേടിയാണ് ഇപ്പോൾ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം എത്തിയിരിക്കുന്നത്, അല്ലേ? അനുശ്രീ, അതെ. ഇപ്പോൾ ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേടിയിരിക്കുന്നു. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ടാണ് ആ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. പാണ്ടിപ്പട എന്ന് പറഞ്ഞ സിനിമയിൽ പ്രകാശ് രാജിൻ്റെ ഒരു സീനുണ്ട്. അതായത് പൂമ്പാറ്റയെ പിടിക്കാൻ പോയിട്ട് മൊയലിനെ വെടിവെച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു സീൻ. അതാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. സമാധാന നൊബേൽ വാങ്ങാനായി കൊതിച്ചിരുന്ന ഡൊണാൾഡ് ട്രംപിന് അത് കിട്ടിയില്ല. പകരം ഫിഫയുടെ ഒരു സമാധാന പുരസ്കാരം ആദ്യമായിട്ടുള്ള ഫിഫ ആദ്യമായി നൽകുന്ന ഒരു സമാധാന പുരസ്കാരം അത് ഡൊണാൾഡ് ട്രംപ് നേടിയിരിക്കുന്നു. ഗാസയിലടക്കം വലിയ ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ള അവകാശവാദമാണ് ഡൊണാൾഡ് ട്രംപ് അവിടെ ഉന്നയിച്ചത്. ഒരുപാട് ലോകത്തെ തന്നെ വിവിധ യുദ്ധങ്ങൾ എട്ടിലധികം യുദ്ധങ്ങൾ തങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു. അതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ യുദ്ധം അല്ലെങ്കിൽ സംഘർഷം താൻ ഇടപെട്ട് ഒഴിവാക്കിയെന്ന് നിരന്തരമായി അവകാശവാദം ഉന്നയിക്കുന്ന ഡൊണാൾഡ് ട്രംപിനാണ് ഇപ്പോൾ ഫിഫ അമേരിക്കയിൽ വെച്ച് വാഷിംഗ്ടൺ ഡിസിയിലേക്ക് ജോൺ എഫ് കെന്നഡി സെൻറ്ററിൽ വെച്ച് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ഇത്തരത്തിലൊരു പുരസ്കാരം നൽകിയിരിക്കുന്നത്. സ്വർണ്ണത്തിൽ തീർത്ത പുരസ്കാരമാണ്. അതിൽ മെഡലും ഒരു അവാർഡുമുണ്ട്, മെമൻറ്റോയുമുണ്ട്. ഇത് രണ്ടും സമ്മാനിച്ചു. വേൾഡ് കപ്പിലെ ടീം നറുക്കെടുപ്പ്, അതായത് ഗ്രൂപ്പ് ടീം നറുക്കെടുപ്പ് നടക്കുന്ന വേദിയിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് ഇത്തരത്തിലൊരു സമാധാന പുരസ്കാരം അത് കൈമാറുന്നത്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനാണ്. ഡൊണാൾഡ് ട്രംപ് ജിയാനിക്ക് വലിയ അഭിനന്ദനങ്ങൾ നേർന്നു, തൻ്റെ നന്ദി അറിയിച്ചു. ഇത്തരത്തിൽ മാത്രമല്ല ഫിഫ ഈ ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഫിഫയ്ക്കും വലിയ പങ്കുണ്ടെന്നൊക്കെയുള്ള വാദങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഇരു നേതാക്കളും, അതായത് ആദ്യത്തെ സമാധാന പുരസ്കാരം ഡൊണാൾഡ് ട്രംപിന് നൽകാൻ കഴിഞ്ഞതിൽ വലിയ അഭിമാനമുണ്ടെന്നാണ് ഫിഫ പ്രസിഡന്റ് വേദിയിൽ പറഞ്ഞത്. അങ്ങനെ ലോകത്തെ വലിയ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന് സ്വയം അവകാശപ്പെടുന്ന ഡൊണാൾഡ് ട്രംപിന് ഇന്നൊരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു, സമാധാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. വരുന്ന വർഷങ്ങളിലെ നൊബേൽ സമ്മാനം തനിക്ക് തന്നെ താൻ നേടിയെടുക്കുമെന്നുള്ള ഒരു ശക്തമായ ഒരു ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ പാകിസ്ഥാൻ നേരിട്ട് പ്രത്യക്ഷമായി തന്നെ പറഞ്ഞിരുന്നു ഡൊണാൾഡ് ട്രംപ് സമാധാന പുരസ്കാരം അർഹിക്കുന്നുണ്ട്, അദ്ദേഹത്തെ സമാധാന പുരസ്കാരത്തിന് തങ്ങൾ നോമിനേറ്റ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം പാകിസ്ഥാൻ അടക്കമുള്ള ചില രാജ്യങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഫിഫ കൂടി ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായൊരു നിലപാടെടുത്തിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ അടുത്ത വർഷത്തെ നൊബേൽ സമ്മാനം അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിലെ നൊബേൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിനെ കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അഭിലാഷ് നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തോന്നിയത് എനിക്ക് കാറ് തള്ളാൻ വേറൊരാളുടെ സഹായം വേണ്ടാന്ന് CID മ്യൂസിയത്തിലൊക്കെ പറയുന്നത് പോലെ ട്രംപ് എനിക്ക് ട്രോഫി തരാൻ, എനിക്ക് അവാർഡ് തരാൻ ആരുടെയും സഹായം വേണ്ടെന്ന് പറഞ്ഞ പോലെ ട്രംപ് തന്നെ എടുത്ത് കഴുത്തിലേക്ക് ഇടാണ്. ജിയാനി, നമ്മൾ ആ വീഡിയോയിൽ കണ്ടതുപോലെ ജിയാനി പറയുന്നുണ്ട് താങ്കൾക്ക് തന്നെ അത് ആ മെഡലെടുത്ത് കഴുത്തിലാണ് ധരിക്കാം, അതിനുശേഷം താങ്കൾക്ക് അത് ധരിച്ചുകൊണ്ട് ലോകത്ത് എവിടെയും പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ആ ഒരു മെഡൽ ധരിക്കുന്നത്. ഇപ്പോൾ ഇനി 2026 വേൾഡ് കപ്പ് നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ടീം ഗ്രൂപ്പ് നറുക്കെടുപ്പ് നടക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു സമാധാന പുരസ്കാരം, ലോകത്തെ ഫിഫ നൽകുന്ന ആദ്യത്തെ സമാധാന പുരസ്കാരം അത് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചിരിക്കുന്നു. പൂർണ്ണമായും സ്വർണ്ണത്തിൽ തീർത്ത മെമൻറ്റോയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ താൻ ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിലും ഏറെക്കുറെ അതുപോലെ ഒരു സാധനം ഡൊണാൾഡ് ട്രംപ് നേടിയെടുത്തിരിക്കുന്നു. അനുശ്രീ, ശരി. അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ